എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ കൊനഹമാരുവിനെ ആയിരിക്കും കാണിക്കുക. കൊനഹമാരു അവനിപ്പോ നറൂട്ടോയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ്. കാരണം നറൂട്ടോയും ജിറയ മാമനും ട്രെയിനിങ്ങിന് വേണ്ടി പോയിരിക്കുകയാണ്. നറൂട്ടോ വരുന്നു എന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ ഇപ്പൊ കൊനഹമാരു നറൂട്ടോയുടെ റൂം അത് മുഴുവൻ കയറി ഇറങ്ങി ക്ലീൻ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അവിടെ മുഴുവൻ തൂത്ത് തുടച്ച് അവൻ സാക്കുറയുടെ അടുത്തേക്ക് പോവും. സാക്കുറ ചോദിക്കും, നീ നറൂട്ടോയുടെ റൂം അത് മുഴുവൻ ക്ലീൻ ചെയ്തോ? അതിനവൻ പറയും, അതെ. നറൂട്ടോ വരുമ്പോ അത് കണ്ട് ഇംപ്രസ് ആവണം. അങ്ങനെ അവരെല്ലാവരും ഹായായിട്ട് നടന്നു പോകുമ്പോഴായിരിക്കും സെക്യൂരിറ്റീസ് പറയുക, നറൂട്ടോ അവൻ വില്ലേജിലേക്ക് എത്തിക്കഴിഞ്ഞു. അത് കേൾക്കേണ്ട താമസം സാക്കുറയും കൊനഹമാരുവും അവർ രണ്ടുപേരും ഉഷാറായിട്ട് ഓടി നറൂട്ടോയുടെ അടുത്തേക്ക് വരും. നറൂട്ടോയെ കണ്ട സന്തോഷത്തില് ഇപ്പൊ കൊനഹമാരു അവന്റെ സെക്സി ജിപ്സു അത് അവന്റെ മുൻപിൽ കാണിച്ചു കൊടുക്കും. അത് കണ്ട് നറൂട്ടോ വലിയ മൈൻഡൊന്നും ചെയ്യില്ല. നറൂട്ടോ പറയും, ഇതാണോ ഇത്ര വലിയ ജിപ്സു? ഇതൊക്കെ വെറും പ്രൈമറി ജിപ്സു ആണെന്ന് പറഞ്ഞ് അവനെ കളിയാക്കും. അത് കേട്ട് കലി കയറിയ സാക്കുറ അവള് കൈ ചുരുട്ടി നറൂട്ടോയുടെ മുഖത്ത് തന്നെ ആഞ്ഞൊരുട്ടി. അത് കണ്ട് എല്ലാവരും പേടിക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഇപ്പൊ കൊനഹമാരുവും നറൂട്ടോയും അവർ രണ്ടുപേരും നറൂട്ടോയുടെ വീട്ടിലേക്ക് വരും. നറൂട്ടോ ആണെങ്കിൽ അവന്റെ വീട് കണ്ട് ഷോക്കാവും. കാരണം വളരെ ക്ലീൻ ആയിട്ട് അത് വെട്ടിത്തിളങ്ങാണ്. വാവ്, ദിസ് ഈസ് അൺബിലീവബിൾ. താങ്ക് യു കൊനഹമാരു, ഞാൻ ഒരിക്കലും ഇത് മറക്കില്ല. കൊനഹമാരു ക്യാഷ്വലായിട്ട് പറയും, നിന്റെ താങ്ക്സ് ഒന്നും എനിക്ക് വേണ്ട. പുതിയ ജിപ്സു അത് എത്രയും പെട്ടെന്ന് നീ എനിക്ക് പഠിപ്പിച്ചു തരണം. അത് കേട്ട് നറൂട്ടോ ചിരിച്ച് അവന്റെ പഴയ ഡ്രസ്സൊക്കെ ഒരു പെട്ടിക്കുള്ളിൽ അടച്ചു വെക്കും. പിന്നീട് കൊനഹമാരുവിനെ കൂട്ടി ഗ്രൗണ്ടിലേക്ക് പോവും. നറൂട്ടോ പറയും, ഞാനിപ്പോ നിനക്ക് പറഞ്ഞു തരാൻ പോകുന്ന ജിപ്സു അതൊരു സാധാരണ ജിപ്സു അല്ല, എ റാങ്ക് ലെവലിലുള്ള ഒരു പ്രധാനപ്പെട്ട ജിപ്സു ആണ്. കുട്ടപ്പൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി ഒന്നൊന്നായി കാണിച്ചു കൊടുത്ത് അടുത്ത നിമിഷം അവൻ റസംഗൺ പവർ ക്രിയേറ്റ് ചെയ്ത് അടുത്തുള്ള വലിയൊരു മരത്തില് ആഞ്ഞെട്ടിപ്പിക്കും. അത് കണ്ട് കൊനഹമാരു അവൻ ഒരു സെക്കൻഡ് ഫ്രീസായി പോകും. കൊനഹമാരു ആണെങ്കിൽ ഇപ്പൊ കുട്ടപ്പനോട് ചോദിക്കും, ഇത്രയും വലിയ ജിപ്സു അതെന്നെ കൊണ്ട് ചെയ്യാൻ കഴിയോ? അതിന് നറൂട്ടോ പറയും, നിന്നെ കഴിഞ്ഞു വലിയ മണ്ടനായ ഞാൻ ഇത് പഠിച്ചെടുത്തു, നിനക്കും ഉറപ്പായിട്ടും ഇത് പഠിക്കാൻ കഴിയുമെന്ന് പറഞ്ഞ് ഒരു വാട്ടർ ബോൾ എടുത്ത് കുട്ടപ്പൻ അവന്റെ കയ്യിൽ വെച്ച് കൊടുക്കും. നീ ചെയ്യേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ്, ഈ ഒരു വാട്ടർ ബോൾ നീ ബ്രേക്ക് ചെയ്യണം. കൊനഹമാരു ആണെങ്കിൽ അത് കറക്റ്റായിട്ട് നോക്കി മനസ്സിലാക്കുമ്പോഴേക്കും നറൂട്ടോ ആ ബോൾ പൊട്ടിച്ചു കളയും. എന്നിട്ട് അവനോട് പറയും, ഇനി നീ ഒറ്റയ്ക്ക് പ്രാക്ടീസ് ചെയ്യണം, നിന്നെക്കൊണ്ട് അതിന് കഴിയുമെന്ന് പറഞ്ഞ് സാക്കുറയെ തേടി അവളുടെ അടുത്തേക്ക് പോവും. കൊനഹമാരുവിനാണെങ്കിൽ ആക്ച്വലി ഒന്നും മനസ്സിലായിട്ടില്ല. പക്ഷെ എങ്കിലും അവൻ വിളിച്ചു പറയും, ഉറപ്പായിട്ടും ഞാനിത് കംപ്ലീറ്റ് ചെയ്യും. ഞാനും എന്റെ ബിഗ് ബ്രദർ നറൂട്ടോയുടെ പാതയിൽ തന്നെയാണ്. ആളുടെ ബുദ്ധി എനിക്കും ഉണ്ട്. അവനാണെങ്കിൽ ഇപ്പൊ ഒരുപാട് ബോളൊക്കെ വെച്ച് ട്രെയിനിങ് എടുക്കാൻ തുടങ്ങും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഒരു ലേഡി ഷിനോബി ഇപ്പൊ ഹൊക്കാഗെ ആന്റിയുടെ അടുത്തേക്ക് ഓടിയെത്തും. അവള് പറയും, സാൻഡ് വില്ലേജിലുള്ള കസിഗാഗയെ കടത്തിക്കൊണ്ടുപോയി എത്രയും പെട്ടെന്ന് നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യണം. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഹൊക്കാഗെ ആന്റി കാക്കാഷ്യൻ ടീമിനെയും അവിടേക്ക് വിളിച്ചു വരുത്തും. എന്നിട്ട് എത്രയും പെട്ടെന്ന് സാൻഡ് വില്ലേജിലെ കസുഗാഗെ തിരികെ പിടിക്കാനായി അവരോട് തയ്യാറായി ഇടൻ സാൻഡ് വില്ലേജിലേക്ക് പോവാൻ പറയും. കട്ട് ചെയ്ത ഇവിടെ കൊനഹമാരു ആണെങ്കിൽ ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ആ ഒരു ബോള് ബ്രേക്ക് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അപ്പോഴായിരിക്കും കൊനഹമാരുവിന്റെ ഫ്രണ്ട്സ് അവരിപ്പോ അവന്റെ അടുത്തേക്ക് ഓടി വരിക. അവര് പറയും, കൊനഹമാരു വലിയൊരു പ്രശ്നമുണ്ട്, സാൻഡ് വില്ലേജിലെ കസുഗാഗെ കാസ്കി ടീം അവർ തട്ടിക്കൊണ്ടുപോയി. നാറൂട്ടോയും ടീമിനെയുമാണ് ഈ ഒരു മിഷന് വേണ്ടി ഹൊക്കാഗെ അയച്ചിരിക്കുന്നത്. കൊനഹമാരു ആണെങ്കിൽ അത് കേട്ട് വണ്ടറടിച്ച് ഇപ്പൊ വീണ്ടും കാട്ടിലേക്ക് പോയി അവന്റെ പ്രാക്ടീസ് അത് നടത്തിക്കൊണ്ടേയിരിക്കും. ഇത്തവണ കൊനഹമാരു ഒറ്റയ്ക്കല്ല, മറിച്ച് അവന്റെ ഫ്രണ്ട്സും അവന്റെ കൂടെ തന്നെ ഉണ്ട്. കൊനഹമാരുവിന് മനസ്സിലാവും അവന്റെ ട്രെയിനിങ്ങിന് എന്തൊക്കെയോ ചില പോരായ്മകൾ ഉണ്ടെന്ന്. സോ അവൻ അടുത്ത നിമിഷം തന്നെ ഇപ്പൊ കിബയുടെ അടുത്തേക്ക് പോവും. അവൻ കിബയോട് പറയും, എനിക്കൊരു ചെറിയ ട്രെയിനിങ് ഉണ്ട്, അതെടുക്കാൻ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യോ? നിങ്ങൾക്ക് നല്ല റൊട്ടേഷൻ പവറില് റൊട്ടേറ്റ് ചെയ്ത് എന്നെ അറ്റാക്ക് ചെയ്യാൻ കഴിയോ? അത് കേൾക്കേണ്ട താമസം നമ്മുടെ കിബ അവന്റെ ക്ലൗണിനെ ക്രിയേറ്റ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്ത് ഫൈറ്റ് ചെയ്യാൻ തയ്യാറാവും. പക്ഷെ കിബയുടെ റൊട്ടേഷനില് നമ്മുടെ കൊനഹമാരു അവൻ തെറിച്ചു പോവും. അതിനുശേഷം അവര് മൂന്നുപേരും ചോച്ചിയുടെ അടുത്തേക്ക് വരും. ചോച്ചിയുടെ ജിപ്സുവിൽ നിന്നും ചോച്ചിയുടെ ബോൾ ജിപ്സു അതിൽ നിന്നും അവന് പ്രത്യേകിച്ച് ഒന്നും കിട്ടില്ല. അതിനുശേഷം
ഹിനട്ട അവളുടെ പവർ ഉപയോഗിച്ച് റൊട്ടേഷനൊക്കെ ഇട്ട് ഇപ്പൊ അവൻ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. ആ ഒരു ഇടി കിട്ടി അവൻ അങ്ങനെ കറങ്ങി തെറിച്ച് ദൂരത്തേക്ക് പോവും. കൊനഹമാരുവിന്റെ ഫ്രണ്ട്സ് ആണെങ്കിൽ ഓരോരുത്തരായിട്ട് വീണ്ടും വീണ്ടും കണ്ടെത്തി അവരുടെ അടുത്തേക്ക് അവനെ കൊണ്ടുപോയി ട്രെയിനിങ് എടുപ്പിച്ചു കൊണ്ടേയിരിക്കും. കൊനഹമാരു ഒരുപാട് കഷ്ടപ്പെട്ടിട്ടും അവനെ കൊണ്ട് അത് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയില്ല. അങ്ങനെ അവൻ കാര്യമായിട്ട് ആലോചിക്കുമ്പോഴായിരിക്കും അവനൊരു ബുദ്ധി വെളിച്ചം ഉണ്ടാവുക. നറൂട്ടോ അവന്റെ സെക്സി ജിപ്സു അത് വീക്കാണെന്ന് പറഞ്ഞിരുന്നു. ഇനി ഒരുപക്ഷെ ഞാൻ ആ സെക്സി ജിപ്സു അത് പവർഫുൾ ആക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും എന്നെ കൊണ്ട് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞേക്കാം. കൊനഹമാരു ഉടനെ അവന്റെ ഫ്രണ്ട്സുമായി ABC സെൻസായുടെ അടുത്തേക്ക് വരും. അതിനുശേഷം ആളോട് ഹെൽപ്പ് ചോദിക്കും. കൊനഹമാരു പറയും, എനിക്ക് എന്റെ ജിപ്സു അത് കുറച്ചുകൂടെ പവർഫുൾ ആക്കണം. അതിന് മാസ്റ്റർ വേണം എന്നെ ഹെൽപ്പ് ചെയ്യാൻ. ഹെയറിൻ ജിപ്സു അതെനിക്ക് കുറച്ചുകൂടെ പവർഫുൾ ആക്കി മാറ്റണം. അതിനെന്തെങ്കിലും വഴി എനിക്ക് പറഞ്ഞു തരുമോ? അത് കേൾക്കേണ്ട താമസം മാസ്റ്റർ. ആള് ഷോക്കായിട്ട് ചോദിക്കും, നീ ഉദ്ദേശിക്കുന്നത് ആ സെക്സി ജിപ്സു ആണോ? എനിക്ക് അതിനെക്കുറിച്ച് ഒന്നും അറിയില്ല. അതിന് കൊനഹമാരു പറയും, എനിക്ക് നിങ്ങളെക്കുറിച്ച് എല്ലാം അറിയാം. നിങ്ങൾ ഇങ്ങനെ പറയുള്ളൂ എന്ന് എന്നോട് ബിഗ് ബ്രദർ നറൂട്ടോ പറഞ്ഞിരുന്നു. നിങ്ങൾ സീക്രട്ട് ആയിട്ട് സെക്സി ജിപ്സു യൂസ് ചെയ്യാറില്ലേ? അത് കേട്ട് ABC മാസ്റ്റർ ആള് ഷോക്കാവും. നറൂട്ടോ ഇങ്ങനെയൊക്കെ എന്നെക്കുറിച്ച് പറഞ്ഞോ? ആ ഗ്യാപ്പില് വൂഡനും മോഹിയും അവർ രണ്ടുപേരും ചേർന്ന് അവിടെ മറച്ചു വെച്ചിരിക്കുന്ന സെക്സി ജിപ്സു ബുക്സ് അത് മുഴുവൻ പുറത്തേക്കെടുത്ത് ഇപ്പൊ കൊനഹമാരുവിനോട് പറയും, ഞങ്ങൾ കണ്ടുപിടിച്ചു, ഈ ബുക്സ് ഒക്കെ ഇവിടെ ഉണ്ട്. ഇത് മുഴുവനും സെക്സി ജിപ്സുവിനെ കുറിച്ച് മാത്രമാണ്. അത് കേട്ട് കൊനഹമാരുവും മാസ്റ്ററും രണ്ടുപേരും ഷോക്കാവും. ഉടനെ അവർ 3 പേരും ആ ബുക്സ് മുഴുവൻ കളക്ട് ചെയ്ത് അവിടുന്ന് കടന്നു പോവും. ആ പെൺകുട്ടിയാണെങ്കിൽ ABC സെൻസായെ ദഹിപ്പിക്കുന്ന പോലെ ഒരു നോട്ടം നോക്കും. അത് കണ്ട് നമ്മുടെ സെൻസായി ആള് ചൂളിപ്പോയി താഴെ ഇരിക്കും. കട്ട് ചെയ്താ ഇവിടെ നമ്മുടെ ചെക്കന്മാരും ചെക്കിയും അവരെല്ലാവരും ചേർന്ന് ആ ബുക്സ് ഒക്കെ തുറന്നു വെച്ച് അതിനുള്ളിലെ കണ്ടൻസ് അതങ്ങനെ ഭയങ്കര കാര്യമായിട്ട് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉടനെ കൊനഹമാരു സെക്സി ജിപ്സ് ഉപയോഗിച്ച് ഒരു പെണ്ണായി മാറും. അതിനുശേഷം ഒരു റിങ് അവന്റെ വയറ്റിലിട്ട് കറക്കി കറക്കി ഒരുപാട് നേരത്തിനൊടുവില് അവന്റെ കയ്യിലെ ബോള് അവൻ കറക്റ്റായിട്ട് പൊട്ടിക്കും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത കൊനഹമാരു അവൻ വളരെ ഹാപ്പിയായി ഇപ്പൊ നറൂട്ടോയുടെ അടുത്തേക്ക് വരും. എന്നിട്ട് കുട്ടപ്പന്റെ മുൻപിൽ വെച്ച് അവൻ ആ ബോള് അത് പൊട്ടിച്ച് കാണിച്ചു കൊടുക്കും. നറൂട്ടോ ആണെങ്കിൽ അത് കണ്ട് വണ്ടടിക്കും. അതിനുശേഷം ഒരു റബ്ബർ ബോൾ എടുത്ത് അവന്റെ കയ്യിൽ വെക്കും. നിന്റെ സെക്കൻഡ് സ്റ്റെപ്പ് അത് ഇതാണെന്ന് പറഞ്ഞ് നറൂട്ടോ ആ റബ്ബർ ബോള് അതങ്ങനെ പൊട്ടിക്കും. കൊനഹമാരുവിനാണെങ്കിൽ ചത്താ മതിയെന്നാവും. വീണ്ടും ഇതേ ട്രെയിനിങ് തന്നെ ഞാൻ ചെയ്യണമെന്ന് ചോദിച്ച് അവൻ ടെൻസ്ഡായിട്ട് നിൽക്കും. നറൂട്ടോ പറയും, നീ വിഷമിക്കേണ്ട ആവശ്യമില്ല, ഇത്തവണ ഈ ഒരു ട്രെയിനിങ് നിനക്ക് ഈസി ആയിരിക്കും. നീ ഇത് കംപ്ലീറ്റ് ചെയ്ത് വരുമ്പോഴേക്കും ഞാൻ മറ്റൊരു മിഷന് പോയി തിരികെ വരും. ഇതൊരു ചെറിയ മിഷനല്ല, ഒരു എസ്റാങ് മിഷനാണ്. ഇതിലൂടെ എനിക്ക് സാസുകയെ തിരികെ കൊണ്ടുവരാൻ കഴിയും. കൊനഹമാരുവിനാണെങ്കിൽ അത് കേട്ട് ഒത്തിരി സന്തോഷാവും. കാരണം നറൂട്ടോ എസ്റാങ് മിഷൻസ് ഒക്കെ വളരെ സിമ്പിൾ ആയിട്ടാണ് ഇപ്പൊ കംപ്ലീറ്റ് ചെയ്യുന്നത്. കട്ട് ചെയ്ത കൊനഹമാരു അവൻ വീണ്ടും പഴയതുപോലെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ട്രെയിനിങ് എടുത്തുകൊണ്ടേയിരിക്കും. പക്ഷെ കുട്ടപ്പൻ പറഞ്ഞതുപോലെയല്ല ഈ ഒരു ട്രെയിനിങ് അത് ഭയങ്കര ഹാർഡാണ്. അവൻ ഒരുപാട് ശ്രമിച്ചിട്ടും അവനെ കൊണ്ട് അത് ബ്രേക്ക് ചെയ്യാൻ കഴിയില്ല. ഇത്തവണ ഇത് ബ്രേക്ക് ചെയ്യാൻ ഞാൻ ഏത് ബുക്ക് വായിക്കും? ഉടനെ അവർ വീണ്ടും ആ ബുക്സ് മുഴുവൻ അരിച്ചു പെറുക്കും. പക്ഷെ ഒരുപാട് നേരം അതിൽ അന്വേഷിച്ചിട്ടും അതിലുള്ള കറക്റ്റ് ബുക്ക് അതേതാണെന്ന് മാത്രം അവരെ കൊണ്ട് കണ്ടെത്താൻ കഴിയില്ല. അങ്ങനെ വേറെ വഴിയില്ലാതെ ബുക്സ് മുഴുവനും എടുത്ത് അവർ ABC സെൻസായുടെ അടുത്തേക്ക് വരും. അതിനുശേഷം വീണ്ടും മാസ്റ്ററിനോട് ഹെൽപ്പ് ചോദിക്കും. ഇവിടെ ABC സെൻസായി ആണെങ്കിൽ ഒരുപാട് ടെൻഷനിൽ നടന്ന എല്ലാ കാര്യങ്ങളും ഇറൂക്ക സെൻസായോട് പറയും. ഇറൂക്ക മാസ്റ്ററിനാണെങ്കിൽ ചിരി കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. ഇറൂക്ക പറയും, ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല, അവർ കൊച്ചു കുട്ടികളല്ലേ, നമുക്ക് എളുപ്പത്തിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കാം. അതിനൊരു അവസരം തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടും എന്ന് പറയുമ്പോഴായിരിക്കും നമ്മുടെ ആൾക്കാര് അവിടേക്ക് ഓടി വരിക. അവര് വീണ്ടും ഇപ്പൊ മാസ്റ്ററിനോട് ഹെൽപ്പ് ചോദിക്കും. ഉടനെ ഇറൂക്ക ആൾ ABCയോട് പറയും, ഇതാണ് പറ്റിയ അവസരം, ഈ അവസരം മുതലെടുത്ത് നിന്റെ ചീത്തപ്പേര് അത് നീ മാറ്റ്. അടുത്ത സെക്കൻഡ് അവര് 3 പേരും സെക്സി ജിപ്സ് ഉപയോഗിച്ച് സെക്സി ഗേൾസ് ആയി മാറും. അതിനുശേഷം ABC സെൻസായോട് ചോദിക്കും, ഞങ്ങളുടെ 3 പേരിൽ ആരാണ് ഏറ്റവും സ്മാർട്ട്? ABC സെൻസായും ഇറൂക്ക സെൻസായും അവർ 2 പേരും അത് കണ്ട് ഫ്രീസ് ആയിട്ട് നിൽക്കും. എന്നിട്ട് അവരുടെ 3 പേരുടെയും തലയ്ക്ക് ആഞ്ഞടിക്കും. നിങ്ങളിങ്ങനെ പബ്ലിക്കായിട്ട് ഇതൊന്നും ചെയ്യാൻ പാടില്ല, ഇത് വളരെ ബാഡ് ആയിട്ടുള്ള കാര്യമാണെന്ന് പറഞ്ഞ് ഇപ്പൊ അവരെ താക്കീത് ചെയ്യും. ABC സെൻസായി പറയും, ഇതൊരു സീക്രട്ട് ജിപ്സു ആണ്, ഇതെപ്പോഴും ഇങ്ങനെ ഉപയോഗിക്കാനായിട്ട് പാടില്ല. അത് കേട്ട് കൊനഹമാരു അവൻ ഫുൾ കലിപ്പില് ഇപ്പൊ ഒരു സെക്സി ജിപ്സ് ഉപയോഗിച്ച് അങ്ങനെ ഫുൾ സ്പീഡില് റൊട്ടേറ്റ് ചെയ്യാണ്. ആ ഒരു റൊട്ടേഷന്റെ പവറില് ABC സെൻസായും ഇറൂക്ക സെൻസായും അവർ 2 പേരും
തെറിച്ച് ദൂരേക്ക് പോവും. കൊനഹമാരുവിന്റെ ഫ്രണ്ട്സ് അവരിപ്പോ അത് കണ്ട് ഷോക്കാവും. നമ്മുടെ ഫുൾ പവർ അത് അത്യാവശ്യ സമയത്ത് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. നീ ഇപ്പോ നിന്റെ ഫുൾ പവർ എടുത്തു. സോ നമ്മുടെ പവർ അതെല്ലാം സ്വരുക്കൂട്ടി വെച്ച് നല്ല ഫോഴ്സിൽ വേണം ഈ ബോൾ പൊട്ടിക്കാൻ. അങ്ങനെയാണെങ്കിൽ ഇത് എളുപ്പത്തിൽ പൊട്ടുമെന്ന് പറഞ്ഞ് അവര് 3 പേരും വീണ്ടും തിരിച്ച് കാട്ടിലേക്ക് വരും. അതിനുശേഷം കൊനഹമാരു അവന്റെ ഫുൾ പവർ എടുത്ത് അത് പൊട്ടിക്കാൻ ശ്രമിക്കും. പക്ഷെ ഇത്തവണയും അവനെ കൊണ്ട് അത് മുഴുവനായിട്ടും പൊട്ടിക്കാൻ കഴിയില്ല. ആ ഒരു ബോളില് ചെറിയൊരു ക്രാക്ക് പറ്റി അത് താഴേക്ക് വീഴുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.